ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ന്യൂ നമ്പേഴ്സ് ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. മുമ്പത്തെ വീഡിയോയിൽ കുറേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് എക്സസൈസിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. We have seen that how we can go on drawing right triangle like this. ആ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് ഈ ഫിഗർ എങ്ങനെ പോയി കഴിഞ്ഞാൽ അതിനെ തുടർന്ന് ബാക്കി വരയ്ക്കുന്നത് എങ്ങനെ? ഇതിൽ ഫസ്റ്റ് രണ്ട് സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് സൈഡ്സ് ഓഫ് 10th ട്രയാങ്കിൾ ഇൻ ദിസ് പ്രോബ്ലം? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിലെ 10ാമത്തെ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എങ്ങനെയായിരിക്കും? ഇതിൽ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മോർ ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ 10th ട്രയാങ്കിൾ ദാൻ ദാറ്റ് ഓഫ് ദ 9th? അപ്പോൾ 10th 9th നമുക്ക് കണ്ടുപിടിച്ചാൽ പിന്നെ അതിൻ്റെ ഡിഫറൻസ് മാത്രം കണ്ടാൽ മതി. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രശ്നമല്ല, രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് കുറച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് 1 മീറ്റർ 1 മീറ്റർ ആണെങ്കിൽ ഇവിടെ √2 ആയിരിക്കും. ഇനി അടുത്ത് √2ഉം 1 മീറ്ററും ആണെങ്കിൽ ഇവിടെ √3 ആയിരിക്കും. അതുപോലെ √3യും 1 മീറ്ററും ആണെങ്കിൽ അടുത്ത് √4 ആയിരിക്കും. അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ 1 1 √2 എന്ന് എടുക്കാം. അടുത്ത് വരുന്നത് √2 1 √3 ആയിരിക്കും. ഇനി അടുത്ത് വരുന്ന √3 ഒരു സൈഡായിട്ട് വെച്ചു, √3. അടുത്ത് 1 എന്തായാലും ബേസ് നമുക്ക് 1 ആണ്, 1 അത് √4 ആയിരിക്കും. ഇനി വേണ്ട √4 വന്നു, അടുത്ത് 1 ബേസ് ആയിട്ട് വന്നു. ഇപ്പോൾ കിട്ടുന്ന √5 ആയിരിക്കും. കാരണം ഇങ്ങനെ ട്രയാങ്കിൾ വരുവാണെങ്കിൽ ഇതിനകത്ത് ഓരോന്നും നമ്മൾ ചെയ്യുന്നത് പൈതഗോറസ് തിയറം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ വിശദീകരിച്ച് പൈതഗോറസ് തിയറം വെച്ച് ഓരോ ടൈം ഞാൻ എഴുതുന്നില്ലെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ എല്ലാ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് വിശദീകരിച്ച് പറയാത്തത്. അപ്പം അങ്ങനെ അത് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് 9th ട്രയാങ്കിൾ, അപ്പോൾ അവിടെ വരുന്നത് √9 1 ബേസ് 1, അപ്പോൾ നമുക്ക് √10 കിട്ടും. ദ സൈഡ്സ് ഓഫ് ദ 10th ട്രയാങ്കിൾ, അവിടെ √10 ബേസ് 1 √11 അങ്ങനെ കിട്ടും. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പെരിമീറ്റർ ഓഫ് ദ 9th ട്രയാങ്കിൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ P= എന്ന് എഴുതിയിട്ടുണ്ട്. 9th ട്രയാങ്കിളിലെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഈ പാറ്റേൺ അനുസരിച്ച് പോവുകയാണെങ്കിൽ √9 ഇപ്പോൾ ബേസ് 1 ആണ്, +1 +√10 ആയിരിക്കും, ഈക്വൽ ടു √9 3 ആണ്, 3 + 1 +√10 ഈക്വൽ ടു അത് 4 +√10 ആണ്. 4 +√10 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അടുത്ത് ചോദിച്ചേക്കുന്നത് ദ പെരിമീറ്റർ ഓഫ് 10th ട്രയാങ്കിൾ. 10th ട്രയാങ്കിളിൻ്റെ അപ്പോൾ നമുക്ക് ഈ പാറ്റേൺ അനുസരിച്ച് പോവുകയാണ്, ഈ പാറ്റേൺ നോക്കി തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ അപ്പോൾ √10 +1 ബേസ് 1 ആണ്, പ്ലസ് നമുക്ക് √11 ആണ് കിട്ടേണ്ടത്, √11 ഈക്വൽ ടു, ഇപ്പോൾ പെരിമീറ്റർ ഓഫ് 10th ട്രയാങ്കിൾ √10 +1 +√11 ആണ്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഹൗ മച്ച് മോർ ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ 10th ട്രയാങ്കിൾ ദാൻ ദാറ്റ് ഓഫ് ദ 9th? അപ്പോൾ നമ്മുടെ 10ാമത്തെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ √10 +1 +√11 ആണ്. ആ വ്യത്യാസം കാണാൻ വേണ്ടി നമുക്ക് കുറയ്ക്കാം. അപ്പോൾ √10 +1 +√11 -4 +√10 ആണ്, ഈക്വൽ ടു ഈ ബ്രാക്കറ്റ് നമുക്ക് മാറ്റാം. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ -3 ആണ്, -3 +√11 എന്ന് നമുക്ക് കിട്ടുക, ഈക്വൽ ടു √11 - 3. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇനി ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 4ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഹൈപ്പോട്ടനീസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് പെർപെൻഡിക്കുലർ സൈഡ്സ് √2 cm ആൻഡ് √3 cm? ഹൗ മച്ച് മോർ ഈസ് ദ സം ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ദാൻ ദ ഹൈപ്പോട്ടനീസ്? വാട്ട് ഈസ് ദ ഹൈപ്പോട്ടനീസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ
വിത്ത് പെർപെൻഡിക്കുലർ സൈഡ്സ്. അപ്പോൾ പെർപെൻഡിക്കുലർ സൈഡ്സ് √2 സെൻറ്റിമീറ്റേഴ്സും √3 സെൻറ്റിമീറ്റേഴ്സും ആണ്. ഹൗ മച്ച് മോർ ദ സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് ദാൻ ദ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസിനേക്കാളും എന്താ വ്യത്യാസമുള്ളത്? ഈ ചോദ്യം കേൾക്കുമ്പോൾ വലുതായിട്ട് തോന്നുമെങ്കിലും ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാം. h = ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് പറഞ്ഞേക്കുന്ന സൈഡ്സ് സ്ക്വയർ റൂട്ട് ഓഫ്, അപ്പോൾ ഏത് ഓർത്ത് തീരാണ് ഉപയോഗിക്കുന്നത്, √2 സ്ക്വയർ പ്ലസ് √3 സ്ക്വയർ ആണ്. കാരണം √2 √3 ആണ് ഇതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ടു √2 + 3 ആണ്. അത് ഈക്വൽ ടു √5 ആണ്. ഈക്വൽ ടു √5ൻ്റെ വാല്യൂ 2.23 ആണ്. അതവിടെ എഴുതി വെച്ചു. സം ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ്, സം ഈസ് ഈക്വൽ ടു √2 + √3 ആണ്. അത് ഈക്വൽ ടു 1.41 എടുത്തിട്ടുള്ളൂ. 412 ഉണ്ട്. 41 പ്ലസ് √3യുടെ വാല്യൂ 1.72 ആണ്. നമുക്ക് 1.73 എടുത്താൽ മതി. 1.73 ഈക്വൽ ടു അത് 3.14 എന്ന് എടുത്തു. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇതിൻ്റെ ഡിഫറൻസ് ആണ്. അത് നമുക്ക് 3.14 ആണ് കിട്ടിയ ഡിഫറൻസ്. അപ്പോൾ 3.14 മൈനസ് നമുക്ക് ഈ പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ സമ്മ് കിട്ടിയേക്കുന്നത് 3.14 ആണ്. ഇനി അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് കിട്ടിയേക്കുന്നത് 2.23 ആണ്. അത് മൈനസുകൾ കിട്ടുന്നത് 0.91 ആണ്. ഇത്രയേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. സം ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ഈസ് 0.95 സെൻറ്റിമീറ്റേഴ്സ് മോർ ദാൻ ദ ഹൈപ്പോട്ടന്യൂസ്. ഇതിൽ ഒരുപാട് വിശദീകരിക്കുന്നില്ല, കാരണം ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വെറുതെ നമുക്ക് ഇതിൻ്റെ സൈഡ്സ് കണ്ടുപിടിക്കുക, സൈഡ്സ് കൂട്ടുക, ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുക, അതും കൂട്ടി ആ ഡിഫറൻസ് കാണാൻ വേണ്ടി മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു.